ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. 49 സങ്കീർത്തനത്തിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ 14 മുതൽ ഉള്ള വാക്യങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആ വേദഭാഗത്ത് 2 ശ്രദ്ധേയമായ അപകട മുന്നറിയിപ്പുകൾ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അപകട മുന്നറിയിപ്പുകളിൽ 16-17 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 16-17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിപ്പിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയും ഇല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഒരുവൻ ധനവാനായി തീർന്നാൽ അവന്റെ സമ്പത്ത് കണ്ട്, അവന്റെ ഭവനത്തിന്റെ മഹത്വം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല. ആപ്പിൾ എന്ന് പറയുന്ന പ്രശസ്തമായ കമ്പനിയുടെ സ്ഥാപകനായിരുന്ന മനുഷ്യൻ 56-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടി നടന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: എത്ര സമ്പത്ത് മനുഷ്യന് വർദ്ധിച്ചാലും അവന് മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. 56 വയസ്സുവരെ മാത്രമേ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ ദൈവം ഭൂമിയിൽ അവസരം നൽകിയെന്നുള്ളൂ. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള ഒരു റോൾസ് റോയ്സിന്റെ കാറ് വാങ്ങിയാലും, വളരെ വില കുറഞ്ഞ ഒരു സാധാരണ കാർ വാങ്ങിയാലും, രണ്ടും ഓടുന്നത് ഒരേ നിരത്തിലൂടെയാണ്, രണ്ടും എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, പ്ലെയിനിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ബിസിനസ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ നിങ്ങൾ യാത്ര ചെയ്താലും സാധാരണ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്താലും പ്ലെയിൻ താഴോട്ട് വീണുപോയാൽ രണ്ടു കൂട്ടരും വന്ന് എത്തുന്നത് മരണത്തിലേക്കാണ്. അങ്ങനെ പല ദൃഷ്ടാന്തങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അർത്ഥവത്തായ പല കാര്യങ്ങൾ ധനാഢ്യരായ ആളുകൾ ഈ ലോകത്തിൽ ധനം സമ്പാദിച്ച ശേഷം തങ്ങളുടെ അധ്വാനമെല്ലാം വാസ്തവത്തിൽ വെറും ദിവാസ്വപ്നങ്ങളായിരുന്നു എന്ന് പിന്നീട് ഏറ്റുപറയേണ്ടി വന്നിട്ടുള്ള ജീവിത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 49 സങ്കീർത്തനത്തിന്റെ 16-17 വാക്യം കൂടെ, ഒരുവാൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയില്ല എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ചില വാക്കുകളാണ്. ഇത് കോരവപുത്രന്മാരാണ് പറയുന്നത്. നമുക്കറിയാം, കോരവപുത്രന്മാരുടെ പിതാക്കന്മാർക്ക് വന്ന് സംഭവിച്ചതാണ്. ഒരു പക്ഷെങ്കിൽ അവർ വളരെ സമ്പത്തുള്ളവർ തന്നെ ആയിരുന്നിരിക്കണം. അവർ ദൈവവ്യവസ്ഥയോട് മത്സരിച്ചു, ദൈവിക പൗരോഹിത്യ വ്യവസ്ഥയോട് മത്സരിച്ചു. ഭൂമി വായ പിളർന്ന് അവരെ വിഴുങ്ങി. അത് ഈ കോരകന്റെ പുത്രന്മാർ കണ്ടു. അവർ രക്ഷാർത്ഥം സമാഗമന കൂടാരത്തിലേക്ക് ഓടി രക്ഷയുടെ കൊമ്പ യാഗപീഠത്തിന്റെ കൊമ്പിന്മേൽ പിടിച്ച് രക്ഷപ്രാപിച്ചവരാണ്. അവരുടെ പിതാക്കന്മാരെ ഭൂമി വായു പിളർന്ന് വിഴുങ്ങിക്കളയുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മഹത്വം അവരെ പിൻചെല്ലാതെ ഇരുന്നതും, അവരുടെ സമ്പത്ത് അവർക്ക് ഉപകരിക്കപ്പെടാതെ പോയതും, അവരുടെ മഹത്വം അവർക്ക് ആശ്വാസമല്ലാതെ ഭവിച്ചതും കോരഹിന്റെ പുത്രന്മാർ നേരിട്ട് കണ്ടവരാണ്. എന്നിട്ട് അവർ പറഞ്ഞു, വെൽത്ത് ഈസ് ടെമ്പററി. മനുഷ്യന്റെ ധനവും അവന്റെ സമ്പാദ്യവും അത് അല്പകാലത്തേക്ക് താൽക്കാലികമായ വസ്തുതകളാണ്. നമുക്ക് അതുകൊണ്ട് ഒരിക്കലും എവിടെയും പോകാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത്യാവശ്യതകളെല്ലാം നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ വളരെയധികം ആഡംബരത്തോടിയ ജീവിതശൈലി ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഭൂഷണമല്ല, അതിന്റെ ആവശ്യമില്ല. അതിന്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും അവൻ കൊണ്ടുപോകുന്നില്ല.
ഇപ്പൊ വാസ്തവത്തില് ഏറ്റവും അധികം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമിനന്റ് അപ്പിയറൻസിനെ കുറിച്ച് ലോകത്തോട് പ്രസംഗിക്കുകയും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതുകയും 10,000-കണക്കിന് പ്രഭാഷണങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ, വിശേഷാൽ വേർപെട്ട സമൂഹങ്ങൾ. ഈ സമൂഹങ്ങൾക്കുള്ള ഒരു പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ നോട്ട് ലിവിങ് അപ് ടു ദെയർ വേർഡ്സ്. അവർ പറയുന്ന പോലെയല്ല അവർ ജീവിക്കുന്നത്. അത് എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പറയുന്നു കർത്താവ് ഉടനെ വരുന്നു, പക്ഷെ ഏറ്റവും മുതൽ മുടക്കി ഭയങ്കര ഭീമമായ വീട് പണിയുന്നവരാണ്. കർത്താവ് ഉടനെ വരാൻ പോകുന്നു, അതുകൊണ്ട് യു ഗെറ്റ് റെഡി യുവർ സെൽഫ് എന്ന് ആഹ്വാനം ചെയ്യുന്നവരാണ് ഏറ്റവും വിലപിടിപ്പുള്ള കാറുകൾ വാങ്ങുന്നത്. അപ്പൊ ജീവിതത്തിന്റെ സുഖസൗകര്യതകളെല്ലാം ഇങ്ങനെ നേടി ചില ആളുകളുടെ വീടും ധനത്തോടുള്ള അവരുടെ ആർത്തിയും അത് സമാഹരിക്കാനുള്ള അവരുടെ തൃഷ്ണയും കണ്ടു കഴിഞ്ഞാൽ ഒരു 10,000 വർഷം ദീർഘായുസോടെ ഈ ഭൂമിയിൽ അവർ ഇരിക്കും എന്ന് ചിന്തിക്കത്തക്ക നിലയിലാണ് ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. നല്ലൊരു വസ്തുത ഇവിടെ പറയുകയാണ്, ഈ ധനം എന്ന് പറയുന്നത് അത് താൽക്കാലികമായ ഒരു നേട്ടമാണ്. 2, നാം വാസ്തവത്തില് ഈ ധനത്തിന്റെ കാര്യവിചാരകത്വം മാത്രം ഫലമേൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മൾ ഇതിന്റെ ഉടമസ്ഥരല്ല. വി ആർ നോട്ട് ദി ഓണേഴ്സ് ഓഫ് ദി വെൽത്ത് ദാറ്റ് ബി പ്രൊക്യൂർഡ്. നാം നേടുന്ന സമ്പാദ്യം, ധനത്തിന്റെ അവകാശികളല്ല നാം അതിന്റെ സൂക്ഷിപ്പുകാരാണ്. ദൈവം അത് സൂക്ഷിക്കാൻ നമ്മെ ഏൽപ്പിച്ചത്. ഇപ്പൊ തന്നെ പൈസയുടെ കാര്യം നോക്കി, നമ്മുടെയൊക്കെ കയ്യില് നമ്മൾ റോൾ ചെയ്യുന്ന പണം, ഇത് ഇന്ത്യൻ രൂപയ, അതൊരു പേപ്പറാണ്. ഇറ്റ്സ് എ വാല്യുബിൾ പേപ്പർ. അതിനകത്ത് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു പ്രോമിസും അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചറും ഉണ്ട്. ആ പ്രോമിസ് എല്ലാ നോട്ടുകളിലും എടുത്ത് നോക്കിയാൽ അത് കാണാൻ കഴിയും. ആ റിസർവ് ബാങ്കിന്റെ മാറി മാറി വരുന്ന ഗവർണേഴ്സ്, അവരുടെ പേരുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് റുപ്പി either 100 or 50 or 500 or 1,000. ഇങ്ങനെ പറയുന്നത്. ഈ പേപ്പർ കഷ്ണമായി വരുന്ന ആളുകൾക്ക് 100 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെ 1000 രൂപയുടെ മൂല്യത്തിന്റെ വസ്തു കൊടുക്കണം എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. ആരാണ് ഗ്യാരണ്ടി നൽകുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദാറ്റ് മണി കംസ് ടു അവർ ഹാൻഡ്. നമ്മുടെ കയ്യിലേക്ക് ആ പൈസ വരുന്നു. ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ പുതിയ നോട്ട് കറൻസികൾ കാണുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കാനുള്ള താല്പര്യം കാണിക്കാറുണ്ട്. അതിനും എന്തർത്ഥമുണ്ട്? കാര്യം കറൻസി ആഫ്റ്റർ ഓൾ ഈസ് കറൻസി, ഇറ്റ് ബിലോങ്സ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നു, നാളെ അത് വേറെ ആളുടെ കയ്യിലേക്ക് അത് നീങ്ങിപ്പോകുന്നു. അപ്പൊ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, വി ആർ ഉള്ളി ദ സ്റ്റുവാർഡ്സ് ഓഫ് ദ മണി അല്ലെങ്കിൽ വെൽത്ത്. പണത്തിന്റെ അല്ലെങ്കിൽ ധനത്തിന്റെ കേവലം സ്റ്റുവാർഡ്സ് ആണ് ഞാൻ നിങ്ങളും, സൂക്ഷിപ്പുകാരാണ്, അതിന്റെ ഉടമസ്ഥരല്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ 2 മുന്നറിയിപ്പുകൾ ഈ സങ്കീർത്തനക്കാരായ കോരപുത്രന്മാർ നൽകുന്നുണ്ട്. ഒന്നവർ പറയുന്നതെന്നറിയാമോ? ഈ ഭൗതിക നേട്ടങ്ങൾ സമ്പാദിക്കുന്നതിലും കൂട്ടിവെക്കുന്നതിനെ സംബന്ധിച്ചുള്ള 2 അപകട മുന്നറിയിപ്പുകളാണ്. ഭൗതിക നന്മകൾ ഉണ്ടാകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. ഭൗതിക നന്മകൾ അമിതമായി സമ്പാദിക്കുകയും അത് കൂട്ടി വെക്കുകയും ചെയ്യുക, ശേഖരിക്കുകയും ചെയ്യുന്നതിലെ 2 അപകട മുന്നറിയിപ്പുകൾ. ഒന്ന്, ബിവെയർ ഓഫ് ഹാവിംഗ് എ ഫോൾസ് സെക്യൂരിറ്റി. അത് നമുക്ക് വാസ്തവത്തിൽ സുരക്ഷിതത്വം നൽകുന്ന സംഗതിയാണ് എന്നുള്ള തെറ്റായ ചിന്ത. അതേക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക എന്നാ അദ്ദേഹം പറയുന്നത്. പല ആളുകളും ഇത് ചെയ്യുന്നു, നല്ല വീടുകൾ പണിയുന്നു, നല്ല വലിയ പടുകൂറ്റം വീടുകൾ പണിത ശേഷം തങ്ങളുടെ പേര് അതിന്മേലിടുന്നു. തങ്ങളുടെ പേര്, അവർ തങ്ങളുടെ നിലങ്ങൾക്ക് തങ്ങളുടെ പേരുകൾ വിളിക്കുന്നു എന്നാണ് സംഗീതത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നത്. അപ്പോ അവർ തങ്ങളുടെ നിലങ്ങൾക്ക് തങ്ങളുടെ പേരുകൾ ഇടുന്നു. അവര് ജീവനോടിരിക്കുമ്പോൾ അവരുടെ തലമുറകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് അവര് ഇതെല്ലാം കൂട്ടിവെക്കുന്നത്. ആൻഡ് ദേ ആർ വെരി മച്ച് അവെയർ ഓഫ് ദി സെക്യൂരിറ്റി ഓഫ് ദെയർ ഏർണിങ്സ്. അവരുടെ സമ്പാദ്യത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ അവയർനെസ് അവർക്കുണ്ട്. പക്ഷേ അതെന്താണ്? ഫോൾസ് സെക്യൂരിറ്റിയാണ്, തെറ്റായ സുരക്ഷിതത്വ ചിന്ത നൽകുന്ന ഒന്നാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞാൻ വായിച്ചു,
കോട്ടയം ജില്ലയില് നീണ്ടൂരാണോ ഭരണങ്ങാനമാണോ 300 വീടുകൾ നല്ല ആധുനിക നിലയിൽ പടുത്തുയർത്തിയിട്ടുള്ള നല്ല ആർക്കിടെക്ട് ആയിട്ടുള്ള വീടുകൾ വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിരിക്കുകയാണ്. വാങ്ങാൻ ആളുകളില്ലെന്ന്. വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകളാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം ആറന്മുളയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറിയാൽ പുല്ലാട്, കുന്നന്താനം, കുമ്പനാട്, ഇരുവിപേരൂര്, നെല്ലാട്, വള്ളംകുളം, തിരുവല്ല ഭാഗങ്ങള്, പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങൾ, ഇവിടെ എല്ലാം കൂടെ കൂടി കഴിഞ്ഞ വർഷം പത്രത്തിൽ ഞാൻ വായിച്ചു, നിയർലി 10,000 ഹൗസസ് ആർ റെഡി ടു സെൽ ഔട്ട്. 10,000-ഓളം വീടുകൾ വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിരിക്കുക. അതിന്റെ അനന്തരാവകാശികളില്ല. നല്ല വീടിന്റെയൊക്കെ വാതുകൾ നല്ല തങ്ക ലിപികളിൽ ഉള്ള പെയിന്റുകൾ കൊണ്ട് വീട്ടുപേരുമൊക്കെ എഴുതി, സോആൻസോ ഇന്ന ഹൗസോ പറഞ്ഞ് എഴുതി, നല്ല പടുകൂറ്റൻ ഗേറ്റും വൻ മതിലും ഉന്നതമായ വീടുകളും അലങ്കൃതമായ മുറ്റവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ യുവതലമുറ ഇവിടെയില്ല. ഇനിയും കാലാന്തരത്തിൽ ഏതെങ്കിലും സുളു വിലയ്ക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചിലപ്പോൾ വാങ്ങിക്കും. ഇപ്പൊ ഒരുപാട് വീടുകൾ കിടക്കുക, ആർക്കും എന്നിട്ടും പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവ ധാരാളം വിൽക്കാൻ കിടക്കുന്നു. അപ്പോഴും ആളുകൾ പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വീട് വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പണിയുക. എന്നിട്ട് അവരുടെ നിലങ്ങൾക്കും തങ്ങളുടെ വീടുകൾക്കും തങ്ങളുടെ പേരുകൾ ഇടുന്നു. കുറെ കഴിയുമ്പോൾ ഇത് വിറ്റങ്ങ് പോവും. ആ പേര് വാങ്ങുന്ന ആള് അങ്ങ് മായ്ച്ചു കളയും. പുതുതായി വരുന്ന ആളെ എവിടുന്ന് വരുന്നു നമുക്കറിയാൻ വയ്യ. പഴയ താമസിക്കുന്ന ആളിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ മോർ അബൌട്ട് ഹിം, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും അറിയാൻ വയ്യ. ഇത്രയേ ഉള്ളൂ ജീവിതം. ഇതിനെയാണ് ബിവെയർ ഓഫ് ഹാവിംഗ് എ ഫോൾസ് സെക്യൂരിറ്റി എന്ന് ഇവിടെ സാമിസ്റ്റ് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണ്, അപകട മുന്നറിയിപ്പുകളിലൊന്നാണ് ഇവിടെ സംഘടനക്കാരൻ പറയുന്നത് ഫോൾസ് സെക്യൂരിറ്റി, തെറ്റായ സുരക്ഷിതത്വ ബോധം. അത് നീക്കിക്കളയണം. കാരണം ഇവിടെ ഒരുത്തന്റെ സമ്പത്ത് വർദ്ധിച്ചാലും ഒരുത്തന്റെ സമ്പത്ത് വളരെയധികം വർദ്ധിക്കുകയും അവന്റെ മഹത്വം വർദ്ധിക്കുകയും ചെയ്താലും അവൻ ചെയ്യുന്നില്ല. അവൻ സമ്പന്നായി തീർന്നാലും അവന്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോവുകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. എത്ര വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയാലും ഉദ്യാനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോഴത്തെ ഒരു വലിയ കലാബോധമാണ്. ഞങ്ങളുടെ വീട്ടുമുറ്റത്തും കുറച്ച് ചെടികളൊക്കെ ഇരിപ്പുണ്ട്. എന്റെ വൈഫ് അവരുടെ സന്തോഷം വേണ്ടി ചെയ്യുന്ന. പിന്നെ ദൈവമേൽ അതൊന്നും വില കൊടുത്ത് വാങ്ങിയതല്ല, എല്ലാം തന്നെത്താൻ പ്ലാൻ ചെയ്താ. അങ്ങനെ ഒരു ആശ്വാസം എനിക്കുണ്ട്. കാരണം എന്നോട് പല പ്രാവശ്യം പറഞ്ഞു ഈ കടലാസിടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമോ. ഞാൻ 5 പൈസ പോലും കർത്താവിന്റെ നാമത്തിനു വേണ്ടി എന്റെയിലുള്ളത് അതിനുവേണ്ടി ചെലവഴിക്കുകയില്ല. തന്നെത്താൻ ഇതൊക്കെ നട്ടുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിച്ചോളാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ അത് വളരെ കഠിനം ചെയ്ത് പുള്ളിക്കാരി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലിപ്പം നമുക്ക് കവലകൾ തോറും അങ്ങ് ചെടി പൂന്തോട്ടങ്ങളാണ്. അപ്പൊ ഓരോ ഇതുണ്ട്, ഈ പിന്നെ ഫ്ലവർ ബേസസ് ഉണ്ട്. അത് വെച്ചിരിക്കാൻ എല്ലാം 400, 500, 1000, 1500, 2000, 6000, 7000, 10000 രൂപ വിലയുള്ളതാണ്. ഇത് വാങ്ങിച്ചു കുറെ ഇങ്ങനെ വെച്ചേക്കും. ഒരു ഹോസും പൈപ്പ് ലൈനുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ അത് ഒക്കെ നനച്ച് അതിൽ സന്തോഷമായി ഇരിക്കുന്നു. പക്ഷെ ഇവിടെ സംഘടനക്കാരൻ പറയുന്നത് അതൊന്നും കൊണ്ടുപോകില്ല. വൺ ഡേ someone will the occupant of that house, വേറെ ആരെങ്കിലും ആയിരിക്കും അത് അവകാശമാക്കാൻ പോകുന്നത് എന്നാണ്. വാസ്തു എന്നറിയാമോ? മനുഷ്യന്റെ സമ്പാദ്യം, അവന്റെ സമ്പത്ത് ഈവൻച്വലി അവനെ വിട്ട് പോകുന്നു. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ വാണിംഗ് പറയുന്നത് ബിവെയർ ഓഫ് വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി, നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ജാഗരൂകരായിരിക്കുക. ജീവിതത്തിന്റെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നു. നമുക്ക് വാസ്തവത്തിൽ ദൈവം സമ്പാദ്യം തരുന്നെങ്കിൽ ആ സമ്പാദ്യം മുഖ്യമായും നമ്മുടെ ജീവന ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് കഴിഞ്ഞാൽ കർത്താവിന്റെ രാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ നിർധനരായ മറ്റു പലരുടെയും ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. നമ്മൾ സുഖസുഷുപ്തിയിൽ കഴിയുമ്പോൾ മറ്റുള്ള ആളുകൾ അതുപോലെ തന്നെ കഴിയുന്നു എന്നൊരു പക്ഷേ പലരും ചിന്തിക്കുക. 95% ആളുകൾക്കും മറ്റുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നതൊരു വിഷയമേ അല്ല. എന്റെ അധ്വാനം, എന്റെ സമ്പാദ്യം, എന്റെ നേട്ടം, എന്റെ ബാങ്ക് ബാലൻസ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് എനിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് മിക്കവാറും ആളുകൾ ഇതെല്ലാം നേടുന്നത്.
ഉപവാസം എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉള്ളതല്ല. ഞാൻ പല സമയത്തും ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിനെ മതിക്കുന്ന ഒരു ചിന്തയുണ്ട്. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് വൻ പോലീസിന്റെ കാവലിലും സെക്യൂരിറ്റി ടൈലും സൂക്ഷിക്കുന്ന ഒരു നല്ല ക്ഷേത്രമാണ്, വലിയ ക്ഷേത്രമാണല്ലോ ഇത്. തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചതും കൊള്ളയടിച്ചതും അദ്ദേഹത്തിന് കിട്ടിയതും അതായത് യുദ്ധത്തിൽ അവകാശമാക്കിയതുമായിട്ടുള്ള കോടാനുകോടികളുടെ നിക്ഷേപം അതെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന് ശ്രീ പത്മനാഭന് അടിയറവ് വെച്ച്, തന്റെ വാളും അടിയറവ് വെച്ച് ഇതെല്ലാം പത്മനാഭനുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സമർപ്പിച്ചു. രാജകുടുംബം അതിലെ ഒന്നും എടുത്തിട്ടില്ല. അത് മുഴുവൻ ക്ഷേത്രം വകയായിട്ട് കൊടുത്തു. ഇന്നും അതിന്റെ AB നിലവറകളിലൊക്കെയായി സൂക്ഷിച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വെള്ളി പൊൻനാണയങ്ങൾ, ആഭരണങ്ങൾ, ആയിരക്കണക്കിന് പവനുകൾ ഇതെല്ലാം പോലീസിന്റെ ശക്തമായ കാവലിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വാസ്തവത്തില് ഈ മഹാരാജാവിന്റെ അവകാശമായിരുന്നു. അദ്ദേഹം യുദ്ധം ചെയ്തും രാജ്യങ്ങൾ സന്ദർശിച്ചും അദ്ദേഹത്തിന് മറ്റു രാജാക്കന്മാർ സമ്മാനമായി കൊടുത്തതും ഒക്കെ ബഹുനിക്ഷേപം അത് തന്റെ സ്വന്തം പ്രോപ്പർട്ടിയായി അദ്ദേഹം കണ്ടില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ക്രിസ്ത്യാനികളായിരുന്ന നമ്മൾ പ്രസംഗിക്കുന്ന പോലെയുള്ള ദൈവരാജ്യം പ്രസംഗിക്കുകയോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ പ്രതീക്ഷ ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ യേശു ക്രിസ്തു രാജാതിരാജാവും കർത്താവുമായി ഭൂമിയിൽ വന്ന് അവിടുന്ന് തന്റെ ജനത്തോടുകൂടെ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ലോകത്തെ ഭരിക്കുകയൊക്കെ ചെയ്യുന്ന ഉപദേശങ്ങളൊന്നും അദ്ദേഹം മനസ്സിലാക്കിയ ആളായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയതൊന്നും അദ്ദേഹം സ്വന്തമാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ പഠിക്കാനുള്ള പാഠം. വിശ്വാസികളായ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരുന്ന പണം നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കർത്താവിന് വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും വ്യാപാരം ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ല ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് എന്നല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ദൈവം തന്നിട്ടുള്ളതിന്റെ വിശ്വസ്തരായ ശുശ്രൂഷകന്മാരായിരിക്കണം ഞാനും നിങ്ങളും. പണത്തോടുള്ള അറ്റാച്ച്മെന്റ് ഉള്ള ധാരാളം ആളുകളുണ്ട്. വേണ്ടുവോളം പണം ഉണ്ടാക്കിയാലും ഇല്ലെന്ന് പഞ്ഞം പറയുന്ന ആളുകളുണ്ട്. എത്രമാത്രം ലക്ഷങ്ങളോ കോടികളോ വസ്തുക്കളുടെ മേലും ബാങ്കുകളിലും കൊണ്ട് ആസ്തിയാക്കിയാലും തികയത്തില്ല, കടമാണെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുക മക്കൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, അടുത്ത 10,000 തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടാലും തൃപ്തിയില്ല, പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ സുവിശേഷ വിലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമോ? അതും കൊടുക്കുകയില്ല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കണ്ട എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കർത്താവിന്റെ ദാസന്മാർ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. കർത്താവിന്റെ ദാസന്മാർ വിശ്വാസത്താൽ തന്നെയാണ് ജീവിക്കേണ്ടത്. ഇന്നലെയും ഞാൻ ലേഖനിട്ടുണ്ട്, യാതൊരു സംശയമില്ല. എല്ലാ ദൈവദാസന്മാരും തങ്ങളെ വിളിച്ച് വേലയ്ക്കാക്കിയ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഏലിയാവിന്റെ കാക്കയും സരേബാത്തിലെ വിധവയുടെ കാലവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കർത്താവിന് വില ചെയ്യണം. എന്നാൽ ദൈവം എങ്ങനെയാണ് തന്റെ ദാസന്മാരെ പുലർത്തുന്നത്? സരേപ്തയിലെ വിധവയുടെ കലത്തിൽ ഒരു അടയുണ്ടാക്കുവാനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ, ഭരണിയിൽ അതിനുള്ള എണ്ണയും ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആദ്യത്തെ അടയാണ് പ്രവാചകന് കൊടുക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞത്. സമൃദ്ധിയായി ആ കലത്തിൽ മാവ് നിറഞ്ഞു വരികയും ഭരണിയിൽ എണ്ണ കവിഞ്ഞു വരികയും ചെയ്തു. അത് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ്. കാക്കയോട് ദൈവം കൽപ്പിച്ചാൽ പോലും കാക്ക അത് ചെയ്യും. അത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒന്നാണ്, അനുസരിക്കും പ്രവാചകനെ സംരക്ഷിക്കാൻ. ഗോഡ് ഓൾവേസ് പ്രൊവൈഡിങ് ടു ഗോഡ്സ് പീപ്പിൾ, ഗോഡ്സ് സെർവൻസ് ത്രൂ ഗോഡ്സ് പീപ്പിൾ. ദൈവജനത്തിൽ കൂടി തന്നെയാണ് ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം പരിപോഷിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇന്നലെ ഞാൻ ലേഖനം എഴുതിയ സുവിശേഷകന്മാർ, സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന സുവിശേഷന്മാരെ കുറിച്ച് ചിലർക്കൊക്കെ അത് ഇടർച്ചയുണ്ടായി. ഈ സുവിശേഷകന്മാരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇടർച്ചകൾക്ക് പോകുന്നത് അറിയാമോ? ഞാൻ ഒരു സ്റ്റഡി ചെയ്തു. ഈ സ്റ്റഡി ഞാനിത് വിളിച്ചു പറയുന്നതുകൊണ്ട് എന്നെ ആരും കല്ലെറിയൊന്നും ചെയ്ത്, കല്ലെറിഞ്ഞാൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ കൊള്ളുന്നവനായതുകൊണ്ട് അത് ഇന്നും കൊള്ളുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, കല്ലെറിയുമായിരിക്കും. ഈ ദൈവദാസന്മാരായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവിടുന്ന ആളുകളാണ് വേർപെട്ട ദൈവജനവും പെന്തക്കോസുകാരും. അവർ പെന്തക്കോസും വേർപാടുകാരും ഏകദേശമൊക്കെ അല്ലറ ചില്ലറ ഉപദേശ വിഷയങ്ങളുള്ള വൈപരീത്യങ്ങളല്ലാതെ അവരെ മറ്റൊന്നും നമ്മൾ വേർപെട്ട സമൂഹം എന്നാ പറയുന്നത്.
ധാരാളം പണം കൊടുക്കുന്നവരാ. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, ഒരു 5% ആളുകളുടെ പോക്കറ്റിലേക്കാണ് ഈ പണം മുഴുവൻ പോകുന്നത്. അതായത് ഒരു 3000 സുവിശേഷകന്മാര് ഉണ്ടെങ്കിൽ അതിലെ കൺവെൻഷൻ പുൾപിറ്റിലോ കല്യാണ വേദികളിലോ പ്രബുദ്ധരുടെ ശവസംസ്കാര ശുശ്രൂഷയിലോ വിളിക്കുകയോ വിളിക്കപ്പെടുകയോ ശുശ്രൂഷകൾ ഫലമേൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു 5% ആളുകളുടെ പോക്കറ്റിലേക്കാണ് സിംഹഭാഗം പണവും വിശ്വാസികളിൽ പോകുന്നത്. വാങ്ങാൻ അവർക്ക് അറിയുകയും ചെയ്യാം. ഇനി അവർ നിശബ്ദരായി നിന്നാൽ പോലും അത് കൊണ്ട് കൊടുക്കും. കാര്യം അവർ കൊടുക്കുന്നത് കർത്താവിന് കൊടുക്കുന്നത് പോലെയുള്ള ആർദ്രതയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന അതേസമയത്ത് കഞ്ഞിക്കരിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്ന, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാൻ നിർവാഹമില്ലാത്ത, മരുന്നുകൾ വാങ്ങിക്കാൻ കഴിയാത്ത, അനുദിന ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര ദൈവദാസന്മാരുണ്ടാവും. അവരെ പല ആളുകൾക്കും അറിയത്തില്ല. വിദേശ രാജ്യങ്ങളിലെ പല സഭകളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രാദേശിക സഭകൾ നേരിട്ട് സഹായിക്കുന്ന ചില സഭകളുണ്ട്, സുവിശേഷന്മാരുണ്ട്. അവിടെയുള്ള സഭയിലെ മെമ്പേഴ്സും അല്ലെങ്കിൽ അവർക്ക് ശുപാർശ ചെയ്യപ്പെടുന്ന ആളുകളും അവർ ശുപാർശ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫിക്സഡ് നെയിംസിനാണ് ഈ സഹായങ്ങളൊക്കെ പൊക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊന്നും ഈ പേരും നാളും ഈ സഹായങ്ങളും ഒന്നുമില്ലാത്ത ധാരാളം സുവിശേഷ വിലക്കാർ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അവർക്ക് ഞെരുങ്ങുന്നവരായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെക്കുറിച്ച് ബോധരാണോ? അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ചുള്ള ഫോൾസ് സെക്യൂരിറ്റി നമ്മളെ ഭരിക്കരുത്. ധനം ഒരിക്കലും ശാശ്വത അവകാശമല്ല. നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ പോലെ, ചാർലി ചാപ്ലിൻ പറഞ്ഞ പോലെ, നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്, ഈവൻ ദ ട്രബിൾസ് ഓഫ് ദ ഡേ. ജീവിതത്തിൽ യാതൊന്നും സുസ്ഥിരമല്ല. ജീവിതത്തിലെ കഷ്ടതകളും പങ്കപ്പാടുകളും പോലും അതെല്ലാം കെപ്റ്റ് ഓൺ ചേഞ്ചിങ്. പണം ഒരിക്കലും ഒരു ശാശ്വതമായ അവകാശമല്ല. ഇറ്റ് കംസ് ആൻഡ് ഗോസ്. അത് വരികയും പോവുകയും ചെയ്യുന്നു. ഒരു തലമുറയിൽ ഒരുവൻ വാരിക്കൂട്ടുന്നു, അവന്റെ പിൽത്തലമുറ വരുമ്പോൾ അതെല്ലാം എടുത്തു കളയുന്നു, നശിപ്പിച്ചു കളയുന്നു. അപ്പൊ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം തന്നു, ഒരു ജീവിതം തന്നു. പല ആളുകൾക്കും തൊഴിലുകളില്ല. ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ ആളുകളെക്കാളൊക്കെ വിദ്യാസമ്പന്നന്മാരായ അനേക ആളുകൾ ഒരു ചെറിയ തൊഴിൽ കണ്ടെത്തിയാൽ അവരുടെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കപ്പെടുന്നുള്ള ആശയോടെ അലഞ്ഞുടലുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തിനിടയിലെ വെറും കഷ്ടിച്ച് 12ാം ക്ലാസ് പഠിച്ചവർക്ക് പോലും ഒരുവിധം നല്ല സാലറിയിൽ അനേക സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിയുണ്ട്. നമ്മുടെ ബാല്യകാലത്ത് വളരെ പട്ടിണി കിടന്നവരാണ്. ദാരിദ്ര്യത്തിന്റെ മുൾമുന എന്താണെന്ന് അനുഭവത്തിൽ അറിഞ്ഞവരാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രയാസങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവരാണ്. രോഗചികിത്സയ്ക്ക് മാർഗമില്ലാത്തവരും വീടില്ലാത്തവരും ഒക്കെ ആയിരുന്നു. ദൈവം ഇതെല്ലാം സമൃദ്ധിയായി നമുക്ക് തന്നപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു ദൈവദാസനോട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആത്മാഭിമാനമുള്ളവരാരും, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ആത്മാഭിമാനം സൂക്ഷിക്കുന്നവർ എനിക്ക് ഇന്നേ ആവശ്യമുണ്ട്, കുറച്ച് പൈസ തരണേ, എന്നെ സഹായിക്കണേ എന്ന് പറയാറില്ല. എന്നാൽ ആത്മാഭിമാനം സൂക്ഷിക്കുകയും കർത്താവിന്റെ മുമ്പാകെ ഒഴികെ വേറെ ആരുടെയും മുമ്പാകെ തങ്ങളുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പ്രൊജക്ട് ചെയ്യുകയും ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്ന ദൈവദാസന്മാരെ അപൂർവമായി മാത്രമേ ആരെങ്കിലും നേരിട്ട് വിളിക്കുകയോ അന്വേഷിക്കുകയോ ബ്രദറെ ഒരു ചെറിയ ഫെലോഷിപ്പ് തരട്ടെ എന്ന് ചോദിക്കുകയോ ചെയ്യാറുള്ളൂ. അതാണ് ഒരു പരമാർത്ഥമായ കാര്യം. എത്രമാത്രം എന്ത് ചെയ്യുന്നു, മനുഷ്യൻ വാരിക്കൂട്ടുന്നു. കുഞ്ഞൻ നമ്പ്യാരെ ഒരിക്കൽ പാടിയപ്പോൾ അദ്ദേഹത്തിന്റെ പദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. എത്രമാത്രം കിട്ടിയാലും ദ്രവ്യത്തോടുള്ള ആർത്തി എന്ത് ചെയ്യുന്നില്ല, അത് മാറിപ്പോകുന്നില്ല. നമുക്ക് ദൈവം തന്നുള്ള പണം നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി വിവേകത്തോട് നിക്ഷേപിക്കുന്നവർക്കാണ് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്നത്. അല്ല സ്തോത്രാത്സംഖ്യ കൊണ്ട് കുറെ കിട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ തരുമെന്ന് പറഞ്ഞതല്ല. ദൈവത്തിന്റെ വേല ആത്മാർത്ഥമായി ചെയ്യുന്ന, കപടതയില്ലാത്ത, കൊടുക്കുന്ന പണം പർട്ടിക്കുലർ ആവശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വിശ്വസ്തന്മാരായ ധനവിനിയോഗം ചെയ്യുന്ന ദൈവഭൃത്യന്മാരെ ദൈവം നടത്തും. അവരെ ദൈവത്തിന്റെ വഴി കൂടെ നടത്തും. എന്നാൽ ഞാൻ പറഞ്ഞത് അവർ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അവരെന്ത് ചെയ്യണം, പുലർത്തണം. അത് ചെയ്യാതെ വരുമ്പോഴാണ് മറ്റു പല മറുവഴികളും തേടി ആളുകൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ധനത്തിന്റെ വിശ്വസ്തരായ ശുശ്രൂഷകന്മാരായിരിക്കുകയും
ധനത്തോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാത്തവരായി ജീവിക്കുകയും ചെയ്യണം. പൗലോസ് പറയുന്ന ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ, ലോകക്കാരല്ല. അപ്പോൾ വി ആർ നോട്ട് ദി പാർട്ട് ഓഫ് ദി വേൾഡ്, ഞങ്ങൾ ലോകത്തിന്റെ ഭാഗമേ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കുകൾ വളരെ അർത്ഥവത്താണ്. ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ സമ്പത്ത് വർദ്ധിച്ചാലും അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയില്ല. അവൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല. നോക്കിയേ, കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ മരിച്ചപ്പോൾ ഒരു ശവപ്പെട്ടിയും അപ്പോൾ കൈ കെട്ടിയ വസ്ത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ധരിപ്പിച്ചെങ്കിൽ അതും പുതപ്പിച്ചു വിടുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? ഇനി ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു കൊണ്ടുപോകുമോ? നാളെയുടെ നാളുകളിൽ ആർക്കെങ്കിലും അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും? ഒരേ ഒരു ജീവിതം, ചുരുങ്ങിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന ധനവും സമ്പാദ്യവും നിങ്ങളുടെ മക്കളും കുടുംബവും ഒക്കെയായി സന്തോഷത്തോടെ ഉല്ലസിച്ച് അത് ഉപയോഗിക്കാൻ നിങ്ങളുടെ അധ്വാന ഫലമാണ്. അപ്പോൾ തന്നെ കർത്താവിന്റെ വില ചെയ്യുന്ന ദൈവദാസന്മാർ, വിധവമാരായിരിക്കുന്ന സഹോദരിമാര്, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിവൃത്തിയില്ലാതെ ഞരങ്ങുന്ന മാതാപിതാക്കൾ, രോഗശയ്യകൾ കൂടി കടന്നു പോകുന്ന ആളുകൾ, ഇങ്ങനെ പല ആളുകളെ എനിക്കറിയാം. നിശബ്ദമായി ഞാൻ ചില ആളുകളെ കുറിച്ചൊക്കെ ഞങ്ങളുടെ സഹോദരന്മാർ ചിലരോടൊക്കെ പറയാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറില്ല. കാര്യം എന്ത് കാര്യം പറഞ്ഞാലും ഈ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്നൊരു ചൊല്ല് പഴയ കാലത്തുണ്ട്. പണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പണത്തെക്കുറിച്ച് ഞാൻ സാറിന് പറയാറില്ല. എങ്കിലും എനിക്ക് വിശ്വസ്തരെന്ന് ബോധ്യമുള്ളവരും ഞാൻ പറഞ്ഞാൽ ഗവനിക്കും എന്ന വിശ്വാസമുള്ള വിരലിൽ എണ്ണാൻ കഴിയുന്ന ചില സഹോദരന്മാരോട്, വിധവമാരായ ചിലരെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു നിർവാഹമില്ലാത്ത, യാതൊരു മാർഗമില്ലാത്ത ചില ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവരായ ചില സഹോദരിമാര്, ചില ക്യാൻസർ പേഷ്യൻസ്, കിടപ്പാടമില്ലാതെ നനഞ്ഞ് ഒലിച്ചു കിടക്കുന്ന വീടിന്റെ അകത്ത് കഴിയുന്ന ചില ആളുകൾ, അതുപോലെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ലാത്തവര്, ഇവരെയൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീട് സന്ദർശിക്കുമ്പോൾ നനഞ്ഞ് ഒലിച്ചു കിടക്കുന്ന ഒരു വീട്, ഒരു നിർവാഹമില്ല. ഞാൻ ഒരാളോട് പറഞ്ഞു അത് റിപ്പയർ ചെയ്യാൻ 1, 2, 3, 4 സഹോദരന്മാര് കുറച്ച് പൈസ ഏൽപ്പിച്ചു. കൃത്യമായി അത് ചെയ്തതിന്റെ കണക്ക് ഉൾപ്പെടെ ഞാൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അത് രഹസ്യമായി തന്നാണ്. കൃത്യമായി ഒരു പൈസ പോലും വ്യത്യാസമില്ലാതെ അതിന്റെ ഫോട്ടോ എടുത്തിന് അയച്ചു കൊടുത്തു. എന്നെ പോലെ ചെയ്തു. വെരി ഹാപ്പി. അതുപോലെ വിധവമാരായിരുന്ന സഹോദരന്മാര്, അവരുടെ സങ്കടം അത് കേൾക്കുന്ന 1, 2 പേരെ ഞാൻ പറഞ്ഞു പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ദിസ് നോട്ട് ഫോർ മീ, ഇത് എന്റെ പോലാണ്. ഇപ്പൊ ടൈറ്റസ് ബ്രദറിന് അറിയാവുന്ന, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന, എന്റെ വൈഫിന് അറിയാവുന്ന. ശരി, യു വിൽ ഡു ഇറ്റ്. ചെയ്തിട്ടുണ്ട്. ക്യാൻസർ രോഗിയായ 1, 2 സഹോദരന്മാർ, അതുപോലെ ഒരു വീൽ ചെയറിൽ നടക്കുന്ന ഒരു സഹോദരൻ, അങ്ങനെ പല ആളുകൾക്ക് വളരെ ലളിതമായിട്ടെങ്കിലും, ഞാൻ ഇതൊന്നും ചെയ്തേച്ച് വിളിച്ചു പറയല്ല, രഹസ്യമായി ചില ആളുകളോട് നമുക്കൊക്കെ പറയാൻ സ്വാധീനം, നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും പലരോടും പറയാൻ സ്വാധീനതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ അറിയാതെ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? അപ്പൊ നിങ്ങളെ പിന്നെ അത് നമ്മുടെ അക്കൗണ്ടിൽ കൂടെ വന്നിട്ട് ഒരു ചെറിയ അംശം അവർ കൊടുത്തിട്ട് ബാക്കി കൊണ്ട് നമ്മൾ ചക്കപ്പാളം പോടാൻ ഉള്ള നിലയിലാണെങ്കിൽ ദൈവം അത് തരത്തുമില്ല, വാങ്ങിയ തെറ്റുമാണ്. എന്റെ കയ്യിൽ ആരെങ്കിലും തന്നാൽ 99% ഞാൻ നേരിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ പറയും. 99%. ഇനി അങ്ങനെ അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയും, ഗിവ് ഇറ്റ് ടു മീ, ഇഫ് യു ബിലീവ് മീ ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി ഹാൻഡ് ഇറ്റ് ഓവർ. ഞാനത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ സ്നാപ്പ് ഉൾപ്പെടെ, വാങ്ങിച്ച ആളിന്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ എന്റെ ആളുടെ കൊടുത്തിരുന്നത് എന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു, ഇത്രയുണ്ട് എന്ന ആ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ വാങ്ങിച്ച് ഞാൻ അവരുടെ ഫോൺ നമ്പറോടുകൂടെ ഈ ആളിനെ കൊടുക്കും. കാരണം അറിയാവോ, ധനം ഏറ്റവും വലിയ പിശാചാണ്. ഇറ്റ്സ് എ ഗുഡ് സ്ലേവ് ബട്ട് എ റോങ് മാസ്റ്റർ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളത് ചെയ്യണം. സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ടവരാകുന്ന നാം അത് ചെയ്യേണ്ടതിന് ദൈവം നമ്മെ മുന്നൊരുക്കിയിരിക്കുന്നു. ഏത് വിശ്വാസിയുടെയും ഏത് സുവിശേഷകന്റെയും മൂപ്പന്റെയും പാസ്റ്ററുടെയും സമ്പാദ്യങ്ങളും ഈ ഭൂമിയിൽ ശാശ്വതമല്ല. അതെല്ലാം മരണത്താൽ നീങ്ങിപ്പോകും. ശവപ്പെട്ടി മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അത് 6 മാസം കഴിയുമ്പോൾ അത് നിരവിച്ചു പോകും. 1 വർഷം കഴിയുമ്പോൾ അസ്ഥിഭഞ്ജനം മാത്രമേ ശവക്കുഴി കാണുകയുള്ളൂ. 30 കൊല്ലം കഴിയുമ്പോൾ ഒരു തരി പോലും കാണുകയില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഈ 49-ാം സങ്കീർത്തനത്തിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ
കോരകപുത്രന്മാർ നമ്മെ ഓർപ്പിക്കുന്ന രണ്ട് പ്രശസ്തമാകുന്ന മുന്നറിയിപ്പുകൾ. എ പ്രിറ്റൻഷൻ ഓൺ ഫോൾസ് സെക്യൂരിറ്റി ഓഫ് ലൈഫ്. അത് വളരെ ശ്രദ്ധിക്കുക. രണ്ട്, സമ്പത്തിന്റെ സ്ഥിരതയില്ലായ്മ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായി അറിയുകയും ഓർക്കുകയും ചെയ്താൽ നമ്മളാരും ദൈവത്തെക്കാൾ കൂടുതൽ മാമോനെ സ്നേഹിക്കുകയില്ല, ദൈവത്തെക്കാൾ കൂടുതൽ വസ്തുവകൾ സമ്പാദിക്കാൻ താല്പര്യപ്പെടുകയില്ല. ഒരൊറ്റ നിയോഗം, ഒരു ജീവിതം, ഒരു ഉദ്ദേശം മാത്രമേ നമ്മെ കൊണ്ട് ദൈവത്തിനുള്ളൂ. അത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് ദൈവസന്നിധി എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്ന ആർക്ക് വേണം? അതിലെ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 10,000 വീടുകൾ വിൽക്കാനിരിക്കുക. ഒരൊറ്റ മക്കൾ വിടില്ല. എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ന്യൂസിലാൻഡിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, സിംഗപ്പൂരിലേക്ക്, മലേഷ്യയിലേക്ക്, ജർമ്മനിയിലേക്ക്, കാനഡയിലേക്ക്, അമേരിക്കയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുക. ആ പിള്ളേർക്കൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാനോട് സംസാരിച്ചു 3 ആൺമക്കളുള്ള ഒരു പിതാവിനോട്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ പറഞ്ഞു, നൺ ഓഫ് ദം ദേ വാണ്ട് ദിസ്. അവർക്ക് ആർക്കും ഇത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മകളുടെ ഒരു ചെറിയ ഓഹരി അത് അത്യാവശ്യമുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ അറിയാൻ വയ്യെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ അങ്ങനെയുള്ള അർഹരായിരിക്കുന്ന ദ മോസ്റ്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള ചില സഹോദരന്മാരുടെ പേരുവിവരങ്ങളും അവരുടെ ജീവിതാവസ്ഥയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകട്ടെ. നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഒരു നന്മ നിങ്ങൾ അവർക്കും കൊടുക്കുക. മരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരും ഒന്നും കൊണ്ടുപോയില്ല. ഞാൻ പല പ്രാവശ്യം എന്റെ വീഡിയോ പറഞ്ഞുള്ളത് അതിശോക്തിയാന്ന് ആരും ചെയ്തേക്കും. ഞാൻ എന്റെ 2 മക്കളെയും അത്യാവശ്യ വിദ്യാഭ്യാസം ചെയ്ത് അവരെ വിവാഹം കഴിപ്പിച്ചു. അവരെ സ്നേഹിക്കുന്ന, കരുതുന്ന ഭർത്താക്കന്മാരോടുകൂടെ അവർ സന്തോഷമായി ജീവിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വാസത്തിന്റെ ശുശ്രൂഷകനാണ്. എനിക്ക് യാതൊരു സമ്പാദ്യമില്ല. ഒരു പക്ഷെങ്കില് ബാങ്ക് നിക്ഷേപങ്ങളൊന്നുമില്ലാത്തൊരു സുവിശേഷനാണ് ഞാൻ. എനിക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനോട് വിശ്വാസമില്ല, താല്പര്യമില്ല. വിശ്വാസം പറഞ്ഞാൽ താല്പര്യമില്ല. അന്നേരം ദൈവബലം തന്നു കഴിഞ്ഞാൽ അതെന്റെ ആവശ്യങ്ങളോട് ഉപയോഗിക്കുന്നു. ബാക്കിയുണ്ടെ ഉടനെ പരസ്യവും നടത്താൻ പോകുന്നു. അങ്ങനെയാണ് ജോലി. നാളെ ഞാൻ പോവുക. നാളെ ഞാൻ ഇടുക്കി ജില്ലയിൽ അങ്ങ് വളരെ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ 4 പരസ്യങ്ങൾ നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പരസ്യങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് പോവുകയാണ്. എത്ര രൂപയുടെ പെട്രോൾ അടിച്ചാൽ പോകണ്ടേ? ആരോടും പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാറില്ല. അപ്പൊ ഞാൻ പറയുന്നത് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പ്രാഥമിക ആവശ്യം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തരുന്നതാണെങ്കിലും ഉടനെ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുക. ഈ ബാങ്കിൽ ഇട്ടേക്കുന്ന പൈസ മുഴുവൻ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ സർക്കാരും ഒക്കെ എടുത്തുകൊണ്ട് പോകും. കാരണം അറിയാമോ, പൈസ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ഗവൺമെന്റ് 2000 രൂപ നോട്ടിന് വേണ്ടി നമ്മളിവിടെ കാവൽ നിന്നവരല്ലേ ബാങ്കിൽ. റെസ്ട്രിക്ഷൻസ് മേ ഫോൾ അറ്റ് എനി ടൈം. ഏത് സമയത്തും വരാം. അപ്പോഴാണ് ഈ പന്നികളിലേക്ക് ഭൂതാത്മാക്കൾ ചെന്ന് കയറിയപ്പോൾ പന്നികളുടെ ഉടമസ്ഥന്മാർ നെഞ്ചത്തടിച്ചുകൊണ്ട് പരസ്പരം കണ്ടാൽ മിണ്ടാത്തവന്മാർ ഒന്നിച്ചുകൂടി എന്റെ 100 പോയി, എന്റെ 200 പോയി, എന്റെ 50 പോയി വന്നു. അതുപോലെ പോകുമ്പോഴാണ് ഈ 5 പൈസ ഇല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടികളെല്ലാം എന്റെ ഇത്ര പോയി നിലവിളിക്കാൻ പോകുന്നു. വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യുക. ദൈവം തരുന്ന നാളുകളെയും കാലങ്ങളെയും വിവേകത്തോടെ ഉപയോഗിക്കുക. പണം ദൈവം തരുന്നതാണ്. സമ്പാദ്യം ഈ ഭൂമിയിൽ ശാശ്വതമല്ല. ഈ ലോകത്തിൽ ആർക്കും സമ്പാദിച്ച് എന്തെങ്കിലും തലമുറയ്ക്ക് വേണ്ടി വെച്ചേക്കാൻ പറ്റുകയില്ല. അവര് ഒന്നും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല. അതുകൊണ്ട് ഈ ഉള്ള ആയുസ് കർത്താവിന് വേണ്ടി, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ചെലവിടുവാനും ചെലവാക്കുവാനും ചിലവായി പോകുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ, നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ധനത്തോടുള്ള ആർത്തി ഇല്ലാത്തൊരു ജീവിതം ജീവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. നമുക്കുള്ളവയിൽ നിന്ന് അർഹരായ പലർക്കും ഉപകരിക്കപ്പെടുവാനും പലർക്കും ആശ്വാസമായിരിക്കാനും ദൈവം നമ്മെ ഉപകരണങ്ങളായി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.